ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഇതിനിടെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണല്ലേ, ഓണത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, അതിന് മുന്നേ നമ്മൾ ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സംഭവമൊന്നുമില്ല, ഓണത്തിൻ്റെ അന്ന് ഞാനും എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ചെറുപ്പം തൊട്ടേലെ ഫ്രണ്ട്സ്, നാട്ടിലെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരൊക്കെ ചേർന്നിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരു അമ്പലമുണ്ട്, ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ഫ്രണ്ട്സ് എല്ലാ കൊല്ലവും ഓണത്തിനും വിഷുവിനും എപ്പോഴും നമ്മൾ ഒന്നിക്കാറുണ്ട്. അതൊരു പക്ഷേ എൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊന്നും ഇങ്ങനെ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോ. ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഔട്ട്ഫിറ്റ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ബെഡിൽ ഇതുപോലത്തെ കുറച്ച് ട്രഡീഷണൽ വെയേഴ്സാണ് കാണുന്നത്. ഒന്ന് എൻ്റെത്, ഒന്ന് എൻ്റെ അനിയത്തിൻ്റെതാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്, റെഡിയായി, ഡ്രസ്സൊക്കെ ചെയ്തു. ഇപ്പം ഞാനുള്ളത് നിവേദ്യൻ്റെ വീട്ടിലാണ്. എല്ലാ ഫ്രണ്ട്സും വരണത്ര. അപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിവേദ്യ അടക്കം റെഡി ആവുന്നതേ ഉള്ളൂ. ഞാനാണ് അല്ലെങ്കിൽ എപ്പോഴും ലേറ്റ്. പക്ഷേ ഇപ്രാവശ്യം നേരത്തെ എത്രയെന്ന് വെച്ചിട്ട് നേരത്തെ ഞാൻ പോകുമ്പോഴത്തേക്ക് ഒരൊറ്റ മനുഷ്യനില്ല. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഹായ് പറയണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഹായ് പറയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. ഞാൻ എന്തൊക്കെയോ ബ്ലാ 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 ചെയ്യുന്നുണ്ട്, പിന്നെ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ചിലതൊക്കെ പരദൂഷണാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചെറുനമ്പലത്തിലേക്ക് നടന്നിട്ടാണ് പോകുന്നത്. നമ്മുടെ കൊല്ലത്തിൽ 2 തവണ ചെറുനമ്പലം ഇതുപോലെ വിസിറ്റ് ചെയ്യും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും, ഓണത്തിനും വിഷുവിനും. അതൊരു വൈബ് തന്നെയാണ്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ ഫുൾ ആൾക്കാരാണ്. എല്ലാവരും കാണാൻ തന്നെ നല്ല അടിപൊളിയായിരിക്കും. കാരണം എല്ലാവരും നല്ല ട്രഡീഷണൽ വേഴ്സ് എല്ലാം ഇട്ടിട്ട് ഒരു നല്ല വൈബാണ്. എല്ലാവർക്കും അറിയാമല്ലോ, അമ്പലത്തിൽ പോകുമ്പോഴുള്ള ആ ഒരു ഫീൽ. ഈ ഒരു ടൈം പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും അല്ലേ. എങ്ങോട്ട് നോക്കിയാലും ഒരു പോസിറ്റീവ് വൈബ് മാത്രമായിരിക്കും. ഇതൊന്നും എല്ലാ ആൾക്കാർ, വിഷുവിന് ഇതിനേക്കാൾ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ളോഗ് എടുത്തിട്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. അതിൽ ഭയങ്കര വിഷമം എൻ്റെ ഫ്രണ്ട്സിനുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം അവർ വ്ളോഗിൽ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിപ്പിച്ചിട്ട് എടുക്കുന്ന വീഡിയോസ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രം. നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. നമ്മൾ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ മൊത്തം ആൾക്കാരാണ് എങ്കിലും അമ്പലത്തിൻ്റെ ആ ഒരു ചുമരിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക മറ്റേ ദശാവതാരമാണ് ഇതിൽ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതെനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ് ഈ പെയിൻറ്റിങ്സ് കാണാൻ വേണ്ടി. ഇതിലെനിക്ക് ഏറ്റവും പേടി തോന്നിയത് നമ്മുടെ നരസിംഹം ഉണ്ടല്ലോ, ആ ഒരു പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഈ ഒരു പെയിൻറ്റിങ് എനിക്ക് ഇഷ്ടമാണ്. ഇതിനടുത്താണ് ഒരു വരച്ചിട്ടുള്ള ഒരു 2-3 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ. നേരത്തെ കണ്ട പെയിൻറ്റിങ്സൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങാണ്. എല്ലായിടത്തും ആൾക്കാർ തന്നെ, ഒരു സമാധാനത്തോടെ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി. ഇവിടെ ഒരു ആൽമരമൊക്കെ കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ആൽമരം അല്ലേ ആണ്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പൂക്കള മത്സരം കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് കയറി നോക്കിയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുനമ്പലത്തിലെ പൂക്കള മത്സരം. നമ്മുടെ കണ്ണഞ്ചിപ്പിക്കും. ഇവരുടെ ഓരോ ഇയറും ഇവർ ഓരോ മോഡലാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗി, എന്തൊരു ക്ഷമമാണ് ഇതൊക്കെ ഇടാൻ വേണ്ടി. ഞാനതിങ്ങനെ ആലോചിക്കാറ് എപ്പോഴും. എന്ത് രസത്തിലാണെന്നറിയാം, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഓരോ ടൈപ്പിലായിരിക്കും ഇവർ പിന്നെ പൂക്കളം തീർത്തിട്ടുണ്ടാകുക. അപ്പം ഇതാണ് സെക്കൻഡ് പ്രൈസ്, തലശ്ശേരി സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. ഇതാണ് സെക്കൻഡ് പ്രൈസ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസൊക്കെ എന്തായിരിക്കും. തേർഡ് പ്രൈസ് ഇതിന് മുന്നേ ഞാൻ കാണിച്ചതാണ്, തേർഡ് പ്രൈസ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ നമ്മുടെ ഇക്കൊല്ലത്തെ പൂക്കളം. ഇത് ഇടക്കേപ്പുറം പ്രിയേഷനാണ് കിട്ടിയേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നേരിട്ട് കാണാൻ സൂപ്പറാണ്. എത്ര ഭംഗിയിലാണ് അവർ ചെയ്തേക്കുന്നത്. ചിലത് 3D ആയിട്ട് അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി അമ്പലത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയറിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു രക്ഷയില്ല, ഇവിടെ ആൾക്കാരാണ്, മൊത്തത്തിൽ ആൾക്കാർ. ഇന്ന് റെഡ് അലേർട്ടൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് അലേർട്ടും ഇല്ല, യെല്ലോ അലേർട്ട് അങ്ങനെ എന്തോ ഉണ്ടായിട്ട് നല്ല തെളിഞ്ഞ ആകാശമാണ്. നമ്മൾ വിചാരിച്ചത് മഴയൊക്കെ ആയിരിക്കുന്നതാണ്, പക്ഷേ ഭയങ്കര വെയിലും നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ അവിടുത്തെ തിരക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചിറേൻ്റെ അടുത്ത് വന്നത്. ചിറ എത്ര വലിയ ചിറയാണെന്നറിയോ, പക്ഷേ ആൾക്കാരെ കൊണ്ട് അതും നിറഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ചിറേൻ്റെ അടുത്ത് വേറെ അമ്പലത്തിലേക്ക് പോയി, അവിടെ ആൾക്കാർ. കുറേ വിശേഷം പറച്ചിലുകളും കുറച്ച് മെമ്മറീസൊക്കെ ഉണ്ടാക്കി നമ്മൾ യാത്ര പറയാം. അപ്പോൾ എൻ്റെ ഈ ഒരു
കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. കാരണം ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. എനിക്കിതിന് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും റെഗുലറായിട്ട് ഇടാറില്ലായിരുന്നു. അപ്പം ഇതെങ്കിലും എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ചാനലാണ്. ഫസ്റ്റ് വ്ളോഗ് ആയിരിക്കും ഞാൻ ഇന്ന് ഇടുന്നത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഇനിയിപ്പം കുഴപ്പമില്ല, ഇനിയും വരുന്ന വീഡിയോസിൽ ഞാൻ അവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിപ്പോൾ പിന്നെ എൻ്റെ ഫസ്റ്റ് വ്ളോഗല്ലേ, ആരൊക്കെ കാണും നമുക്ക് നോക്കാം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ ദിവസം കാണാം. ബൈ.